Hello, welcome to market discussion of the day. Today, January 31st, 2025, Friday ആണ് വീക്കെൻഡ് ആണ്. സോ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇന്നലെ ഗോൾഡ് ഓൾ ടൈം ഹൈ വീണ്ടും റീച്ച് ആയി. ഗോൾഡ് വന്നതിന് ശേഷം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഗോൾഡ് ഓൾ ടൈം ഹൈ ആയി എന്നുള്ളതാണ്, വീണ്ടും ഓൾ ടൈം ഹൈ അടിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. സോ ഗോൾഡ് എങ്ങോട്ടാണ് പോകുന്നത് ആർക്കും അറിയില്ല അല്ലേ. നമുക്ക് ചിലപ്പം 2830 പോയി നിന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമായിരിക്കും, ഇല്ലെങ്കിൽ 2880 വരെ പോകുമായിരിക്കും. സോ ഒരുപാട് അൺസർട്ടനിറ്റീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഗോൾഡ് ഇത്രയും വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു റിമൈൻഡർ പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മളുടെ പുതിയ ക്ലാസ്, പുതിയ ബാച്ച് അടുത്ത ആഴ്ച തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എന്താ പറയുക, ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതയും പറയാം. 2 ആഴ്ചയായിരിക്കും ക്ലാസ് ഉണ്ടാവുക, 1 മണിക്കൂറായിരിക്കും ക്ലാസ്. നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഫുൾ ടൈം ട്രേഡ് നോക്കിക്കൊണ്ടിരിക്കാനായിട്ടൊരു മെത്തേഡേ അല്ല, വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ മാർക്കറ്റിൽ നോക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നമുക്കൊരു ജോലിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് ചെയ്ത് പോകാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. അപ്പം ഇന്നലെ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് എന്താ പറയുക, ഫണ്ടമെൻ്റൽ സൈഡിലുള്ള ന്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫണ്ടമെൻ്റൽ സൈഡിൽ ഇപ്പം എന്താ പറയുക, നമ്മൾ എക്കണോമിക് കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ GDP അനൗൺസ്മെൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ GDPക്കകത്ത് വലിയൊരു മാറ്റമൊന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ GDP നോക്കിക്കഴിഞ്ഞാൽ 3.2 ആണ് ഇന്നലെ വന്ന ന്യൂസ്. അപ്പം ഫോർകാസ്റ്റ് വന്ന് 2.7 ആയിരുന്നു, പ്രീവിയസ് വന്നിട്ട് 3.3% ആയിരുന്നു. സോ വലിയൊരു വ്യത്യാസം ഒന്നും GDPക്കകത്ത് വരാത്തതിൻ്റെ പേരിലാണ് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഇന്നലത്തെ ദിവസം ഉണ്ടാവാതിരുന്നത്. ഓക്കെ, സോ എന്താ പറയുക, മാർക്കറ്റ് കയറിപ്പോയത് മാർക്കറ്റിൻ്റെ GDP അനൗൺസ്മെൻറ്റ് കൊണ്ട് മാത്രം ഒന്നുമല്ല. മാർക്കറ്റ് കയറിപ്പോയത് അല്ലെങ്കിൽ ഗോൾഡ് കയറിപ്പോയത് വേൾഡിൽ നടക്കുന്ന ഒരുപാട് അൺസർട്ടൺ സിറ്റുവേഷൻ കാരണമാണ് ഗോൾഡ് കയറിപ്പോയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്ന കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ്, ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു AI കമ്പനിയുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ആഴ്ച, അതായത് ഈ തിങ്കളാഴ്ച US സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, US സ്റ്റോക്കുകളെല്ലാം താഴെ ഇടിഞ്ഞ് തകർന്നു പോയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. ഈ തിങ്കളാഴ്ച ഇടിഞ്ഞ് തകർന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ വേൾഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബേസിക്കലി ഇവിടെ ഒരു ഫിനാൻഷ്യൽ വോറാണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, വോറൊക്കെ ഇപ്പോൾ കഴിയുമെന്ന് പറയുന്നത്, പക്ഷേ ഒരു ഫിനാൻഷ്യൽ വോർ നടക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അടുത്തൊരു 3 മാസം, ഈ ഒരു ക്വാർട്ടർ, ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന ഈ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് നമുക്ക് വളരെ അൺസർട്ടൺ ആയിട്ടൊരു സിറ്റുവേഷനാണ്. അത് കഴിയുമ്പോൾ ഓക്കെ, നമുക്കറിയാം എന്താണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആക്ച്വലായിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഫെബ്രുവരിയിൽ ഉറപ്പായിട്ടും ഒരുപാട് ഇൻഡെക്സുകളിൽ, ഇപ്പം ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ഇൻഡെക്സ് ഫണ്ട്സൊക്കെ ഒരുപാട് കറക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് എന്താ പറയുക, ഫെബ്രുവരി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസ് ഉണ്ട്. NFP, നോൺ ഫാം പേറോൾ വരുന്നുണ്ട്. അപ്പോൾ അതുവരെയാണ് നമുക്ക് ഈ ഒരു റേഞ്ച് നിൽക്കുക. അത് കഴിയുമ്പോൾ റേഞ്ച് മാറും, ചിലപ്പോൾ മുകളിലോട്ടോ ചിലപ്പോൾ താഴോട്ടോ, അത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഏറ്റവും നല്ലൊരു കാര്യം എന്താ വെച്ചാൽ, അടുത്ത ആഴ്ച വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NFP ഡേ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ദിവസവും നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിലും നമുക്ക് ചെറിയ മൂവ്മെൻ്റ് എടുത്ത് മാറുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഗോൾഡിലെ സംബന്ധിച്ചിടത്തോളം ഒരു $10 എടുത്ത് മാറുക, ബാക്കിയുള്ള കറൻസീസിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 50 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ ചെയ്ത് അടുത്ത ആഴ്ച നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നിൽക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ പറയാനായിട്ടുള്ളത്. പിന്നീട് ഒറ്റ കാര്യം എന്താ വെച്ചാൽ, ഓക്കെ, ഗോൾഡ്
അപ് ട്രെൻഡ് തന്നെയാണ് ഗോൾഡിൽ. ഒരു വേൾഡിലെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ, താരിഫ് കൂട്ടുന്നതിൻ്റെ കാര്യങ്ങൾ, ഇപ്പം നാളെ മുതൽ മെക്സിക്കോയും അതേപോലെ കാനഡയും 25% താരിഫ് കൊടുക്കണം US-ന്. അപ്പോൾ തൊട്ടടുത്ത രാജ്യങ്ങൾക്ക് ഇത്രയും താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ യൂറോപ്പ് പോലത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ, അപ്പോൾ ഇവർക്കൊക്കെ എത്രമാത്രം ഉണ്ടാവും എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ ആൾക്കാർ എന്താ പറയുക, വലിയ വലിയ ഇൻവെസ്റ്റിംഗ് ഫേംസ് അല്ല, എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, വലിയ വലിയ സെൻട്രൽ ബാങ്കുകൾ, അതേപോലെ തന്നെ ട്രഷറികൾ, അവരൊക്കെ ഗോൾഡ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിലോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്, സമയമാണ്. അപ്പം ഉറപ്പായിട്ടും ഗോൾഡ് ഈ ഒരു പ്രക്രിയയിൽ പോവുകയാണെങ്കിൽ ഗോൾഡ് മുകളിലോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതിനകത്തൊരു ഒറ്റ കാര്യം വരാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഗോൾഡിനെ താഴോട്ട് നയിക്കുന്ന ഒറ്റ കാര്യം എന്താ വെച്ചാൽ റഷ്യ യുക്രൈൻ വാറിൻ്റെ സീസ് ഫയർ ആണ്. സോ ആ സീസ് ഫയറിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ മുകളിലോട്ട് മാർക്കറ്റ് ഇപ്പം ഉറപ്പായിട്ടും മാർക്കറ്റ് 2830 റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ റെസിസ്റ്റ് ചെയ്താൽ പോലും അവിടെ ഒരു സീസ് ഫയർ വന്നു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യം നമുക്കറിയില്ല, അല്ലേ? ഗോൾഡ് താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ, നമ്മൾ ടെക്നിക്കൽ ചാർട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ JPY ഇപ്പം നിൽക്കുന്നത് 154.67 എന്നുള്ളൊരു പോയിന്റിലാണ് JPY നിൽക്കുന്നത്. സോ JPYയുടെ ഒരു റേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത് 154-നും 156-നും ഇടയ്ക്ക് നിൽക്കാനുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. നമുക്ക് തിങ്കളാഴ്ച 156-ൻ്റെ അടുത്ത് വെച്ച് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ 156-ൻ്റെ അടുത്ത് വെച്ച് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ 154-ൻ്റെ അടുത്ത് കിട്ടിയാലും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഇന്നലത്തെ ലോ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടണം. അത് ഇവിടുന്ന് ഒരു 153.60 താഴെയായിട്ട് 70 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും 154 എന്നുള്ളൊരു ബൈ. 156 നമുക്ക് വേണമെങ്കിൽ സെല്ലും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനുള്ളത്. പക്ഷേ യൂറോയിലോട്ട് നോക്കുമ്പം എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല, കാരണം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്. യൂറോ 1.03866, അതായത് 1.04-ൻ്റെ മുകളിലും താഴെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂറോയിൽ എനിക്കൊരു കമൻറ്റും ഇല്ല, തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. GBPയിലോട്ട് വരുമ്പം GBPയിൽ എല്ലാ ലോവർ പോയിന്റും ബൈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് മേടിച്ച് പോവുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ മാർക്കറ്റ് നിൽക്കുന്നത് 1.24 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. 1.2400 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് എടുക്കുക. അതേപോലെ തന്നെ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയി 1.23 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 0.5 എടുക്കുക. അങ്ങനെ ഓരോ ലോവർ പോയിന്റിലും ചെറിയ ചെറിയ ലോട്ടുകൾ എടുത്ത് പോവുക എന്നുള്ളതാണ്. GBP ഭയങ്കര എന്താ പറയുക, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കറൻസി ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും താഴോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. താഴോട്ട് പോയാൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് കൂടുതൽ ലോട്ടുകൾ വാങ്ങിക്കൂട്ടുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം നമ്മൾ ഗോൾഡിനകത്ത് പറഞ്ഞു അല്ലേ, ഗോൾഡിനകത്ത് ഒരുപാട് അൺസർട്ടൺ സിറ്റുവേഷൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും വലിയ വലിയ സെൻട്രൽ ബാങ്കുകൾ, ട്രഷറി ഹൗസസ് ഒക്കെ ഗോൾഡ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വരാൻ പോകുന്ന ഒരേ ഒരു പോസിബിലിറ്റി എന്താ വെച്ചാൽ, റഷ്യ യുക്രൈൻ സീസ് ഫയർ വന്നാൽ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് പോകും, $200-300 താഴോട്ട് പോകും. ആ സമയത്ത് മാർക്കറ്റിലോട്ട് എടുത്ത് ചാടാതെ മാർക്കറ്റ് എവിടെയാണോ സെറ്റിൽ ഡൗൺ ആവുന്നത് അവിടുന്ന് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളൊരു പോസിബിലിറ്റി ആണെങ്കിൽ, നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട് ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷന് നമുക്കൊരു 300-400 പിപ്സ് നമുക്ക് മുകളിലോട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്കെല്ലാം തുറന്നിട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഗോൾഡ് തരുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തത്. അതിന് വേണ്ടുന്ന ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ക്ഷമയാണ്. ക്ഷമ എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനും പറ്റും. സോ ഗോൾഡ് ഇനി എവിടാണ്, എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഉറപ്പായിട്ടും അടുത്ത ആഴ്ച 1830 എത്തും. ഈ ആഴ്ച തന്നെ എത്തിയാലും നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല, അല്ലേ? ഉറപ്പായിട്ടും ഒരു ചെറിയൊരു മൈനർ റെസിസ്റ്റൻസിൻ്റെ ഇടയ്ക്കുണ്ട്. 1815 എന്ന് പറയുന്നത് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. സോ ഈ മൈനർ റെസിസ്റ്റൻസ് ഉറപ്പായിട്ടും ചെറുതായിട്ട് റെസിസ്റ്റ് ചെയ്യുമെങ്കിലും ഗോൾഡ് ഉറപ്പായിട്ടും 1830 വരെ എത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്.
ഓക്കെ. സോ ഇതാണ് എന്താ പറയുക, അപ്പോൾ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1780 ടു 1830 എന്നുള്ളൊരു റേഞ്ചിലായിരിക്കും അടുത്ത ആഴ്ച മാർക്കറ്റ് കളിക്കുന്നത്. സോ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും, വേറെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ സീസ്ഫയർ വരും എന്നുള്ള കാര്യം എനിക്കറിയില്ല, സീസ്ഫയർ വരേണ്ടതാണ്. പക്ഷേ സീസ്ഫയർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100 ദിവസത്തിനുള്ളിൽ സീസ്ഫയർ വരും. പക്ഷേ അത് അടുത്ത ആഴ്ച വരുമോ അതിൻ്റെ അടുത്ത ആഴ്ച വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി അടുത്ത ആഴ്ച വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഗോൾഡ് ഒരു 200, ചിലപ്പോൾ ഒരു $200 താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. സോ നമ്മൾ ബൈ സൈഡിൽ നിൽക്കണം എങ്കിലും ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് തന്നെ ബൈ സൈഡിൽ നിൽക്കണം. കാരണം ഒറ്റയടിക്ക് ഒരു പോയി കഴിഞ്ഞാൽ അങ്ങ് പോവും. ഓക്കെ. സോ കാരണം അങ്ങനെ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല സൂപ്പർ ബൈ എടുക്കാൻ പറ്റും. അതാണ് അതിനകത്തുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത് മാർക്കറ്റ് ഡിസ്കഷനകത്ത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ പുതിയ ബാച്ചിൽ കയറുക എന്നുള്ളൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.